നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ആകർഷണ സ്വഭാവമുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇവയിൽ ചില സ്ത്രീ നക്ഷത്രങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ്. വീഡിയോ മുഴുവനായും കണ്ട ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷപ്രകാരം നാളുകൾക്ക് പല പ്രത്യേകതകളുമുണ്ട്. ഓരോ നക്ഷത്രങ്ങൾക്കും പൊതു സ്വഭാവവുമുണ്ട്. ഇതനുസരിച്ച് ചില സ്ത്രീ നക്ഷത്രങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ്. ഇവർ തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുന്നവരാണ്. പുരുഷന്മാരെ മാത്രമല്ല, പൊതുവെ ആകർഷണ ശക്തി കൂടുതലാണ് ഈ സ്ത്രീ നക്ഷത്രങ്ങൾക്ക്. ഇത് കാണാനുള്ള സൗന്ദര്യം കൊണ്ടോ ഭംഗി കൊണ്ടോ മാത്രമാകണമെന്നില്ല. ഇവരുടെ വ്യക്തിത്വം കൊണ്ടും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി അനുസരിച്ചു കൊണ്ടുമൊക്കെ ആവാം. അതല്ലെങ്കിൽ നല്ല മറ്റു ഗുണങ്ങൾ കൊണ്ടുമാകാം. ഇത് സൗഹൃദമാകാം, സഹോദര തുല്യമാകാം. ഇതല്ലാതെ പങ്കാളി എന്ന നിലയിൽ മാത്രമാകണമെന്നില്ല. ഇനി നമുക്ക് ആകർഷണ സ്വഭാവമുള്ള ആ സ്ത്രീ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊന്നാമത്തേത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവരാണ്. മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കി പെരുമാറുന്ന തരക്കാരാണ് ഇവർ. ഇത് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. ഇത് പൊതുവെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒന്നാണ്. അടുത്തത് അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാരും ഇതേ രീതിയിൽ പെടുന്നവരാണ്. ഇവർ കാര്യപ്രാപ്തിയുള്ളവരാണ്. കുടുംബത്തിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. ഇതിനാൽ ഇത്തരക്കാരോട് മറ്റുള്ളവർക്ക്, അതായത് പുരുഷന്മാർക്ക് താല്പര്യം തോന്നുന്നത് സർവ്വസാധാരണമാണ്. ഇവർ പൊതുവെ കഠിനാധ്വാനം ചെയ്യുന്നവരും കാര്യപ്രാപ്തി നേടുന്നവരുമാണ്. ഇത് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ കൂടി പ്രാവർത്തികമാക്കുന്ന ഒന്നാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ഇവർ കഠിനാധ്വാനത്തിലൂടെ കാര്യപ്രാപ്തി നേടുന്നവരാണ്. ഇതിനാൽ പുരുഷന്മാരുടെ ശ്രദ്ധയും മറ്റുള്ളവരുടെ ശ്രദ്ധയും ഇവരിൽ വന്നു ചേരുന്നു. കാര്യപ്രാപ്തിക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇവരുടെ സ്വഭാവം മറ്റുള്ളവരെ ആകർഷിക്കുന്നു. മകം പിറന്ന മങ്ക എന്ന് നാം പൊതുവെ പറയാറുണ്ട്. പുണർദം നക്ഷത്രക്കാരും പെട്ടെന്ന് മറ്റുള്ളവരെ മയക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് പറയാം. ഇവർ പൊതുവെ വിശാല മനസ്കരായിരിക്കും. ബുദ്ധിശാലികൾ കൂടിയാകും ഇക്കൂട്ടർ. വളരെ സൗമ്യമായ രീതിയിൽ പെരുമാറുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പുണർദം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ ഇത് പുരുഷന്മാരെ കൂടുതലായി ആകർഷിക്കപ്പെടുന്നു. ഇത്തരത്തിൽപ്പെടുന്ന മറ്റൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ മുഖത്തു നോക്കി കാര്യം പറയുന്ന നക്ഷത്രക്കാരാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാരാണ് ഇക്കൂട്ടർ. അവർക്കായി കാര്യങ്ങൾ നടത്താൻ മുന്നിട്ടിറങ്ങുന്നവരുമാണ്. ഇതിനാൽ തന്നെ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്നു തന്നെ പറയാം. മുഖത്തു നോക്കി കാര്യം പറയുന്നതിനാൽ തന്റേടികൾ എന്ന പേരും ഇവർക്ക് ലഭിച്ചേക്കാം. ഇത്തരത്തിൽ മറ്റൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാർ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന നക്ഷത്രമാണ്. ഇതിനാൽ തന്നെ ഇവരോട് ആകർഷണം തോന്നുന്നത് സർവ്വസാധാരണമാണ്. ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ സ്വാതന്ത്ര്യപ്രിയരാകും. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ കൂടിയാണ് ഇക്കൂട്ടർ. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിരക്കാരായ സ്ത്രീകൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന തരമാണ്. സ്നേഹിക്കുന്നവർക്കായി ജീവൻ കൂടി കൊടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണ് ഇക്കൂട്ടർ. ഇതിനാൽ തന്നെ ഇവരോട് മറ്റുള്ളവർക്ക് താല്പര്യം കൂടുന്നതും സാധാരണയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓം നമഃ ശിവായ.